Hello, Dubai! What's the color of life? They say black and white. Magic is gonna change the color of your life. Blue! Watch! And yellow! അണ്ണികൾ കൊള്ളാട്ടാ ടകടകയെന്നല്ലേ ഡ്രസ്സിന്റെ കളറൊക്കെ മാറ്റണത് ഈ ട്രിക്ക് ഒന്ന് പഠിപ്പിച്ചു ചോദിക്കായിരുന്നല്ലേ എന്തിന്? അല്ല ഒരു ഷഡ്ഡി പഠിച്ചതല്ലേ എല്ലാ ദിവസം പല കളറായിട്ട് മാറ്റി വെച്ചിട്ടല്ല അല്ലേ? അതിനിപ്പോ മാജിക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു ഷഡ്ഡി തന്നെ ഒരാഴ്ച ഉപയോഗിച്ചാൽ മതി, കളറൊക്കെ തന്നെ മാറിക്കോളും. Magician Parker. മിസ്റ്റർ Oh, പോക്കർ nice. മേരാ തൊലി വെളുക്കൽ के लिए कोई मैजिक है മാലു? തുടങ്ങി. വെറുതെ തൂങ്ങലുള്ള കന്നാലി ജീവിച്ച് പോട്ടെ ചെവി. അല്ല നിങ്ങൾ മലയാളിയാണോ? ബായുടെ ബിവറേജ് എവിടെ ഉള്ളത്? ഏയ് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പോക്കറേട്ടാ ഇക്കൊന്ന് അണ്ണൻ തുടിപ്പിച്ചേണ്ടേ? എന്തുട്ട് കാണിക്കണേ അതാ കൂടുതൽ വെച്ചേ. അണ്ണൻ നമ്മ ദുബായ് തന്നെയാണല്ലേ വല്ല തൃശ്ശൂർ റൗണ്ടിലാ പറഞ്ഞാലും ശരി. വെള്ളപ്പണ്ടാറ്റാണ് തോന്നുന്നു. മേയുടെ സത്യനാരായണനും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. എന്തിന്? നിർത്തി വെടിവെക്കാനോ അതോ ഓടിച്ചിട്ട് വെടിവെക്കാനോ? അയ്യോ ജോയിൻ ചെയ്യേ. ബൈ ദ വേ ഐ ആം പുഷ്പകുമാർ. യു ക്യാൻ കോൾ മീ കുമാർ. നോ, ഐ വിൽ കോൾ യു പുഷ്പു. അല്ല പുഷ്പു, നിങ്ങൾ എങ്ങനെയാണ് ആ കമ്പനിയിൽ ജോയിൻ ചെയ്തത്? അത് വലിയൊരു കഥയാ. ആഹാ. എന്റെ ഭാര്യ ഇവരെ ഫാക്ടറിയിലെ ഈ ഫേസ് ക്രീം ഉണ്ടാക്കുന്നതിന്റെ ഇൻചാർജ് ചെയ്യുന്നു. ആ. ഒരു ദിവസം ക്രീം വെന്തോന്ന് ഈ അണ്ടാവിലേക്ക് തലയിട്ട് നോക്കും, തലകുത്തി വീണ് ക്രീം കുടിച്ച് മരിച്ചു. ആ സിമ്പതിയിൽ എനിക്കിവിടെ ജോലി കിട്ടിയേ. ആ പിന്നെ നിങ്ങൾക്കുള്ള ഫുഡ് അടക്കം റേഷൻ അടയ്ക്കാൻ റേഷനാ? അടയ്ക്കാൻ പടേ? ആരുടെ കട? എന്താ അടക്കണ കാര്യം? അത് ഈ ഷാപ്പാടും ഭക്ഷണം കമ്പനി ഫ്ലാറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോവല്ലേ? അല്ലണ്ണ ഈ വെടിവെച്ച് കൊല്ലാൻ വന്ന മാഡം എന്തിനാണ് നമ്മളെ തിരിച്ചു വിളിച്ചിട്ട് ജോലിയും വീടും കള്ളും പിന്നെ ഈ ജോസ് പ്രാഷിന്റെ കോട്ടൊക്കെ തന്നേക്കണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവത്ത്. എന്റെ അടുത്ത് കളിച്ച വിവരം അറിയുന്നവർക്ക് മനസ്സിലായി കാണും. ആ സൈസ് പെർഫോമൻസിലടാ ഞാൻ വെച്ച് കീച്ചത്. അണ്ണന് സോഡേ വെള്ളൂ. വേണ്ട വേണ്ട, ഇന്ന് വെള്ളമടിയില്ല. നാളെ രാവിലെ ഐശ്വര്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതാ. മാത്രല്ല ഇന്ന് ബോധത്തോടെ എന്റെ അഞ്ജലിക്കുട്ടിയുമായിട്ട് കുറച്ചു നേരം എനിക്ക് സല്ലപിക്കണം. ഹലോ, ഹായ് അഞ്ജലി. അണ്ണോയ് അണ്ണന് കാലത്ത് എക്സസൈസ് ചെയ്യാനുള്ള സാധനം എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി കട്ടിലെ തന്നെ വെച്ചോണ്ടാ. On behalf of all staff members, I welcome Mr. Satyanarayanan to our family. താങ്ക് യു. And I'm also taking privilege of this occasion to entrust Mr. Satyan some crucial responsibilities of Verma Designs. നമ്മുടെ 1-2 പ്രോഡക്ട്സ് എക്സ്പെക്ട് ചെയ്തതുപോലെ മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഇന്റേണൽ ഓഡിറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രോഡക്ട്സിന്റെ പ്രോഫിറ്റ് ലെവലും വർമ്മ ഡിസൈൻസിന്റെ മൊത്തം ടേൺ ഓവറും ഉയർത്തുക എന്നതാണ് സത്യൻ ഏറ്റെടുക്കേണ്ട ടാസ്ക്. അഡ്വർടൈസ്മെന്റിനോ മെഷീനറിക്കോ മാൻ പവറിനോ വേണ്ടി അഡീഷണൽ എക്സ്പെൻഡിച്ചർ നടത്താൻ നമുക്കാവില്ല. കമ്മോഡിറ്റികളുടെ പ്രൈസ് ഹൈക്കിന്റെ കാര്യം അൺതിങ്കബിൾ ആണ്. ബട്ട് there should be 20% increase in our total turnover graph. സി മാഡം, പ്രൈസോ വർക്കേഴ്സ് നമ്പറോ വർക്കിംഗ് ടൈമോ അഡ്വർടൈസ്മെന്റോ കൂട്ടാതെ എങ്ങനെയാണ് മാഡം പ്രോഫിറ്റ് മാത്രമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്? തിരിച്ച് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ why should I appoint somebody with a sizable salary? മാഡം, പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയില്ലാത്ത ആളുകൾ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഉത്തരവാദിത്തപ്പെട്ട ഈ ജോലി എന്നെ ഏൽപ്പിക്കുന്നത്. സോ ഐ ടേക്ക് ദിസ് ഹോൾ റെസ്പോൺസിബിലിറ്റി വിത്ത് പ്ലഷർ ആൻഡ് കൺസിഡർ ഇറ്റ് ആസ് ആൻ ഓണർ. I like your confidence. താങ്ക് യു. And that's all for the time being. Thank you. താങ്ക്സ് ബഡി. എന്നാ ഇതെന്താണത് ദുബായിന്ന് ഷാർജയിലേക്കുള്ള റൂട്ടാ? കഴിഞ്ഞ വർഷം വർമ്മ ഡിസൈൻസ് ഉണ്ടാക്കിയ ലാഭത്തിന്റെ ലെവലാ ആമ മല കയറുന്ന പോലെ അഴിഞ്ഞഴിഞ്ഞിങ്ങനെ പോകുന്നത്. ഇനി വളരെ കുറച്ച് സമയം കൊണ്ട് ആ വര ദാ ഇവിടെ അത് ഭയങ്കര സിമ്പിൾ അല്ലണ്ണ. ഇവിടുന്ന് ദിങ്ങനാട് വരച്ചാ പോരെ? എടാ, ഇത് പേപ്പറിൽ വരച്ച പോരാ. പിന്നെ? ബിസിനസിന്റെ ലാഭം ഈ ലോ ലെവലിൽ നിന്ന് ഹൈ ലെവൽ വരെ എത്തിക്കണം. ഞാൻ ഒറ്റയ്ക്ക്. അതുപോലെ നടക്കണോ? അവർ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കും തോറും ഞാൻ ഈ കമ്പനിയിൽ തൊരപ്പനെ പോലെ തുരന്നു കയറും. ഉടായ്പിന്റെ വഴികൾ അവസാനിക്കുന്നില്ല. ഐ ആം ഗോയിങ് ടു ഡൈവേർട്ട് മൈ ലൈഫ് ടു ദ ഡൈപ്ലിക്കേഷൻ ആൻഡ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇന്ത്യ. എന്ന് വെച്ചാ ശേഷം സ്ക്രീനിൽ This feat can be only described as unbelievable.
And the whole credit goes to Mr. Satyanarayanan. സത്യനാരായണന്റെ ആക്ഷൻ പ്ലാൻ എന്തായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്താൽ അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കഴിഞ്ഞ 14 വർഷമായി നല്ല ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനിയുടെ ടേൺ ഓവർ കുറഞ്ഞതിൻ്റെ കാരണം ഇവിടെ നടക്കുന്ന ബ്യൂട്ടി കോൺടെസ്റ്റിലും റാം ഷോസിലുമൊക്കെ നമ്മുടെ കമ്പനി സ്പോൺസർ ചെയ്തിരുന്ന കണ്ടസ്റ്റൻസ് തുടർച്ചയായി വിജയിച്ചിരുന്നു. വളരെ ചെറിയ ചെലവിൽ കിട്ടിയിരുന്ന വമ്പം പരസ്യങ്ങളും ഗുഡ്വില്ലും അത് നമുക്ക് എവിടെ വെച്ച് നഷ്ടമായി പോയി മാഡം. എനിവേ ലീവ് ഇറ്റ്. ഞാനിപ്പോൾ ചെയ്ത ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രം. ഫോർ എക്സാമ്പിൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ലേബേഴ്സ് അറിയാതെ അവരുടെ വർക്കിംഗ് ടൈമിൽ നിന്ന് ഓരോ മിനിറ്റ് വീതം ഞാൻ വ്യത്യാസപ്പെടുത്തി. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മാർജിനിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ, യെസ് മിസ്റ്റർ സത്യൻ, മിനിറ്റുകളുടെ വ്യത്യാസം കൊണ്ട് ഇത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ടായി എന്നാണോ പറയുന്നത്? രാവിലെയും ഉച്ച കഴിഞ്ഞും ജോലി തുടങ്ങുന്നതിന് മുമ്പുള്ള സൈറൺ, ഓരോ മിനിറ്റ് നേരത്തെയും ഉച്ചയ്ക്കും വൈകിട്ടും ജോലി അവസാനിപ്പിക്കുന്നതിന് മുമ്പുള്ള സൈറൺ, ഓരോ മിനിറ്റ് താമസിച്ചടിച്ചപ്പോൾ ഡെയിലി വി ഗോട്ട് 4 എക്സ്ട്രാ മിനിറ്റ്സ്. 2000 വർക്കേഴ്സ് ആണ് നമുക്കുള്ളത്. 2000 into 4 minutes per day 8000 minutes. ഒരു മാസം എന്ന് വെച്ചാൽ 30 ദിവസം. 30 into 8000 മിനിറ്റ്സ് ഒരു മാസം 2,40,000 മിനിറ്റ്സ്. 3 മാസം ആവുമ്പോൾ അത് 12,000 മണിക്കൂറുകൾ, 12,000 hours. ഒരു ദിവസത്തെ ജോലി സമയം 6 മണിക്കൂർ. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നത് 2000 വർക്കിംഗ് ഡേയ്സാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ 5.5 വർഷം. അതൊരു ചെറിയ വ്യത്യാസമല്ലല്ലോ മിസ്റ്റർ സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈൻ. ഓ മൈ ഗോഡ്, യു ആർ സ്റ്റിൽ അലൈവ്. ഐ ആം ജസ്റ്റ് കിഡിങ്. ഓക്കെ, ഇങ്ങനെ ചെയ്തുകൊണ്ട് വൈറ്റനിങ് ക്രീമിന്റെ ലാഭം ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഐ വിൽ ടെൽ യു മാഡം, പ്രൈസോ വർക്കേഴ്സ് നമ്പറോ വർക്കിംഗ് ടൈമോ കൂട്ടാൻ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാഡത്തിന്റെ അനുവാദം കൂടാതെ ഒന്ന് ഞാൻ കൂട്ടി. വേറൊന്നുമല്ല, ക്രീമിന്റെ ട്യൂബിന്റെ ദ്വാരം 7.5 മില്ലിമീറ്റർ നിന്നും ട്യൂബോളിന്റെ ഡയമീറ്റർ 12.5 മില്ലിമീറ്റർ ആക്കിയപ്പോൾ ഒറ്റഞ്ഞെക്കിൽ ട്യൂബിൽ നിന്ന് ചാടി വരുന്ന ക്രീമിന്റെ അളവ് കൂടി. 3 മാസം കൊണ്ട് ഒരാള് ഒരു ട്യൂബ് ഉപയോഗിച്ചിരുന്നത് 2 മാസം കൊണ്ട് തീർത്ത് പുതിയത് വാങ്ങാൻ തുടങ്ങി. ആവറേജ് 6 മില്യൺ ദറംസിന്റെ വിറ്റ് വരെ ഉണ്ടായിരുന്ന നമ്മുടെ വരുമാനം 8.5 മില്യൺ ദറംസ് ആയിട്ട് ഉയർന്നു. 5 മില്ലിമീറ്റർ തുളയുടെ ലാഭം 2.5 മില്യൺ ദറംസ്. ഒരു തുളയ്ക്ക് 2.5 മില്യൺ ദിർഹം ലാഭോ? എന്നാ പിന്നെ തുള മാത്രം ഉണ്ടാക്കി വിറ്റാ പോരെ? ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മാഡം? Mr. Kumar. അല്ല മാഡം, അങ്ങനെയാണ് തുളവട ഉണ്ടാക്കി വിൽക്കുന്നവരൊക്കെ കോടീശ്വരന്മാരാവണ്ടേ? ഇത് മാനിപ്പുലേഷൻ. ആ Silence. ഓ വലിയ ടേൺ ഓവറുള്ള ഏത് മൾട്ടിനാഷണൽ കമ്പനിയാണ് മാനിപ്പുലേഷൻ നടത്താത്തതെന്ന് പറയണം മിസ്റ്റർ പുഷ്പു. പിന്നെ ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നതാണല്ലോ കൃഷ്ണദേവരായർ മൃച്ഛകടിയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അയ്യയ്യേ, അത് ഗീതേ പറഞ്ഞല്ലേ? ആ, ഗീതയിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്യസ്യ മാർഗസ്യ ക്ലിഷ്ടം സത്യസാബി ജഗുർമുഖം മാർഗേണ ബന്ധൂര ചിന്ത്യം പുഷ്പസ്യ മോന്ത മർദ്ദനം. അങ്ങനെയല്ലേ? അങ്ങനെ പറഞ്ഞു. ഗുഡ് ബോയ്. ഇയാൾ ഭയങ്കര ഫ്രോഡാണ് മാഡം. വർമ്മ ഡിസൈൻസിന്റെ അന്തസ്സുണ്ട്. ഇയാൾ എപ്പം തന്നെ പറഞ്ഞയക്കണം. Within a span of 3 months, he generated a profit of 16 million dirhams. തലയ്ക്ക് വെളിവില്ലാന്ന് പറഞ്ഞ് തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടത്. ഓട് മറുകോടായോ? കുമാറിന്റെ ചാർജിലുള്ള കാര്യങ്ങൾ കൂടി ഇനി സത്യൻ ഏറ്റെടുത്ത് നടത്തണമെന്നാണ് മാനേജ്മെന്റ് തീരുമാനം. അതിനുള്ള എഫിഷ്യൻസി ഇയാൾക്കുണ്ടെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? എഫിഷ്യൻസി. ആദ്യം ആ വാക്കിന്റെ അർത്ഥം ഒന്ന് പോയി പഠിച്ചിട്ട് വരൂ, എന്നിട്ട് ആലോചിക്കാം. ആരും അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. 2 ദിവസം ലീവ് വന്ന ഞാൻ മണിമണി പോലെ പഠിച്ചിട്ട് പറഞ്ഞുതരാം. കുമാർ, സോറി മാഡം. പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി പറയാനുണ്ട്. വരാനിരിക്കുന്ന മാക്സ് ഏഷ്യൻ ബ്യൂട്ടി കോൺടെസ്റ്റിൽ മത്സരിക്കാൻ സത്യൻ പറഞ്ഞതുപോലെ വർമ്മ ഡിസൈൻസിന്റെ ഒരു കണ്ടസ്റ്റന്റ് കൂടി ഉണ്ടാവും. യു സെഡ് ഇറ്റ് മാഡം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, അതിൽ മത്സരിക്കാൻ ഞാനൊരു പെൺകുട്ടിയെ കണ്ടെത്തി തരാം. അതിന്റെ ആവശ്യമില്ല. അതെന്റെ റെസ്പോൺസിബിലിറ്റി. ഇനി ഞാൻ അതിന്റെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് ഓഫീസ് കാര്യങ്ങളിൽ സത്യന്റെ ശ്രദ്ധ കൂടുതൽ വേണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഷുവർ. A small token of appreciation. എനിക്ക് BMW ഒരു കളക്ഷൻ തന്നെയുണ്ട്. 5th one. താങ്ക് യു. ഇത്രയും നാള് വർക്ക് ചെയ്തിട്ട് വണ്ടി പോയിട്ട് ഒരു അണ്ടിപ്പരിപ്പ് പോലും ആരും വാങ്ങി തന്നില്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. എന്നാ പിന്നെ വർമ്മ ഡിസൈൻസ് ഒരു മൂലയ്ക്കെന്ന് ഞാൻ കുളം തോണ്ടി തുടങ്ങിക്കോട്ടെ സാറേ? അതല്ല നിന്റെ ജോലി. അപ്പോൾ വർമ്മ ഡിസൈൻസ് പൊളിച്ചെടുക്കാനല്ലേ എന്നെ കൊണ്ടുവന്നേ? അല്ല, മഴയത്ത് കൂണുകൾ ഇറക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല വർമ്മ ഡിസൈൻസ്. അതിലൊരു കുമ്മായപ്പാളി ഇളകാൻ പോലും ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ല. എന്ത് വില കൊടുത്തും ദേവികയെ നീ ഡിവോഴ്സിനുള്ള തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം. അതാണ് നിന്റെ ജോലി. എന്താ എൻ്റെ പൊന്ന് സാറേ, സംഭവമൊക്കെ ശരി തന്നെ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനി പമ്പർനോത്തി അടിച്ചുകൊണ്ട് പോകും തോന്നുമ്പോൾ ആർക്കായാലും ദണ്ണുണ്ടാവും. എന്ന് വെച്ച് ഒഴിഞ്ഞു പോയൊരു കുരിശെടുത്ത് പിന്നെയും തലയിൽ വെക്കണോ? അത് വെറും കുരിശല്ലട്ടാ, കോൺക്രീറ്റ് കുരിശാ.
ഭർത്താവ് ഉദ്യോഗത്തിന് പിന്നെ പോയാലുണ്ടല്ലോ പണ്ട് കർത്താവിന് പണി കിട്ടിയ പോലെയായി പോവും. ആ പെണ്ണുപിള്ളിക്ക് പ്രാന്താണ് സാറേ. ആ പിശാചിനെ ഇനി ഒരു അക്ഷരം ദേവിയെ പറ്റി പറഞ്ഞ സോറി. സത്യനെ കുറ്റം പറയാൻ പറ്റില്ല. ദേവിയുടെ പെരുമാറ്റം സ്വഭാവം കാണുന്ന പലർക്കും അവൾ എക്സെൻട്രിക് ആണെന്ന് തോന്നുന്നു. എന്നോട് അവൾക്ക് മുൻപുണ്ടായിരുന്ന തീവ്രമായ സ്നേഹമാണ് ഇപ്പോ ആ മനസ്സിൽ വെറുപ്പും വൈരാഗ്യമൊക്കെ ആയിട്ട് മാറിയിരിക്കുന്നു. സോറി സാർ, ഞാനൊരു ചെറിയ ഡൗട്ട് ചോദിച്ചോട്ടെ? ആക്ച്വലി നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ഒരു ഇന്റർനാഷണൽ ഫാഷൻ കോൺടെസ്റ്റിൽ വർമ്മ ഡിസൈൻസ് വിജയിച്ച എൻ്റെ സക്സസ് പാർട്ടി ആയിരുന്നു അന്ന്. ന്യായീകരിക്കാൻ ശ്രമിക്കാറില്ലേ? മദ്യത്തിന്റെയും വിജയത്തിന്റെയും ഒക്കെ ലഹരിയിൽ അതങ്ങനെ സംഭവിച്ചു പോയി. സാറൊന്ന് ആത്മാർത്ഥമായിട്ട് ക്ഷമ പറഞ്ഞാൽ തീരാവുന്ന കാര്യമില്ലുള്ളൂ. അതിന് സാറൊന്ന് ശ്രമിച്ചൂടെ? ശ്രമിച്ചു. ദേവിക, എനിക്ക് സംസാരിക്കണം. Stop the car. ദേവിക പ്ലീസ്, എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. അതിനുശേഷം അവളുടെ മുന്നിൽ പോകാൻ പോലും ഞാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അല്ല സാറേ, ഇതിലിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? കല്ലിൽ കൊത്തിവെച്ച പോലെ ആ കറ അവളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുക. അത് നീ കഴുകിക്കളയണം. നേർക്ക് നേരെ കണ്ട കാര്യം മാഡത്തിന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചളയാൻ പറ്റൊന്നുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ കഴിവുള്ള നിനക്ക് ഉള്ള കാര്യങ്ങൾ ഇല്ലാതാക്കി തീർക്കാനും പറ്റും. അതെന്റെ കോൺഫിഡൻസാ. അതിന് പ്രതിഫലമായിട്ട് നിനക്ക് എന്തും ഡിമാൻഡ് ചെയ്യാം. നീ ആവശ്യപ്പെട്ടാൽ എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ നിനക്ക് തരും. കാരണം അതിനേക്കാൾ വിലപ്പെട്ടതാണ് എനിക്കെന്റെ ദേവിക. സാറേ, ഗജഫ്രോഡ് പരിപാടികൾ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. മല പോലെ വന്നതിനൊക്കെ മഞ്ഞോല ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. മനസ്സിന് നേരമുള്ളവരെ അങ്ങനെ അങ്ങോട്ട് പറ്റിക്കാൻ പറ്റില്ല സാറേ. പിന്നെ ഒരു വഴിയുള്ളത്, അവർ പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്ന് തരിക എന്നുള്ളൊരവസ്ഥ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താ നീ ഉദ്ദേശിക്കുന്നത്? സാറില്ലാതെയും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് മാഡത്തിന്. ആ വിശ്വാസത്തിൻ്റെ നെറുകും തലയിലാണ് നമ്മൾ ആദ്യം കൊട്ടുകൊടുക്കേണ്ടത്. വരാനിരിക്കുന്ന മാക്സ് ബ്യൂട്ടി കോൺടെസ്റ്റില് സാറിൻ്റെ കാൻഡിഡേറ്റ് നിർബന്ധമായിട്ട് മത്സരിക്കണം, മാഡത്തിനെതിരായിട്ട്. നോ, നെവർ. ദേവികയായിട്ടുള്ള ഒരു മത്സരത്തിന് ഞാനില്ല. അവളെ തോപ്പിച്ച് കിട്ടുന്ന ഒരു സൗഭാഗ്യം എനിക്ക് വേണ്ട. എങ്കിൽ പിന്നെ നമുക്കിവിടെ വെച്ച് അന്തസ്സായിട്ട് കൈകൊടുത്ത് പിരിയാം. എന്നെ എൻ്റെ വഴിക്ക് വിട്ടാലേ സാറ് പറയുന്ന പോലെ സാറിൻ്റെ വഴിക്ക് കാര്യങ്ങൾ എത്തിക്കാൻ എനിക്ക് പറ്റൂ. കൈവിട്ടുപോയ മാഡത്തിന് തിരിച്ചു പിടിക്കാനുള്ള അവസാന വഴിയാണ് ഞാൻ ഈ പറയുന്നത്. എവിടെ വെച്ച് നഷ്ടപ്പെട്ടു അവിടെ നിന്ന് തന്നെ നമ്മളെ തിരിച്ചു പിടിക്കണം. ഓക്കെ, നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ദാറ്റ്സ് ഗുഡ്. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ഡിമാൻഡ് പറയാം. സാറിൻ്റെ സ്വത്തോ പണമൊന്നും എനിക്ക് ആവശ്യമില്ല. പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. മാക്സ് ബ്യൂട്ടി കോൺടെസ്റ്റിൽ സാർ അവതരിപ്പിക്കുന്ന കാൻഡിഡേറ്റ് ഞാൻ പറയുന്ന ആളായിരിക്കണം. എനിക്ക് ഓർമ്മയുണ്ട് ഈ കുട്ടിയെ. കോൺഫിഡൻസ് ഇല്ലായ്മ, അതാണ് ഈ കുട്ടിയുടെ ഡ്രോബാക്ക്. ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളെ ഇത്രയും വലിയൊരു മത്സരത്തിൽ വിന്നറാക്കുക എന്ന് വെച്ചാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. ഒരിക്കലും നടക്കാത്ത കാര്യം ഞാൻ നടത്തി തരുമെന്ന് സാർ വിശ്വസിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഞാനും തിരിച്ച് സാറിനെ വിശ്വസിക്കുന്നു. സാർ എനിക്ക് ഉറപ്പൊന്നും തരണ്ട, ശ്രമിക്കാം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ ഓട്ടോ എടുത്ത് പോക്കോളാം. നാരൻ, വർമ്മ സാർ
നേരിട്ട് എന്നെ വിളിക്കായിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റും എത്തിച്ചിട്ടുണ്ട്. ഐ റിയലി കാൻറ്റ് ബിലീവ് ദിസ്. നരൻ അറിയാമോ, ഇന്ന് 2-ാം തീയതിയാണ്. 2 was my lucky number. പറഞ്ഞ മണ്ടത്തരം തോന്നുമായിരിക്കും, പക്ഷെ അതെനിക്കൊരു വല്ലാത്ത കോൺഫിഡൻസാ. ഈവനിങ് ഫ്ലൈറ്റ് ആണ് 5:30ക്ക്. നരൻ വരില്ല എയർപോർട്ടിൽ എന്നെ പിക്കപ്പ് ചെയ്യാൻ? ഓക്കെ ഡാർലിംഗ്. ഓക്കെ. ഓട്ടോ. ഹലോ ഹലോ. ഉമ്മ എടുക്കുന്നതിന് മുമ്പ് വെച്ചു പോയാ? എടാ ഒരു 4:52 5 കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങണം. അതെന്തൊരു ടൈമാണ്? 4:52. എടാ 5 4 9 9 2 11 1 1 2 5 ലക്കി നമ്പറാ 2. ഇനി നമ്പർ 2 എന്റെ ലക്കി നമ്പറാണ്. എപ്പോഴും നമ്പർ 2 കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസമാണ്. എന്നാടാ നീ നന്നാവണേ? ആ നമ്പർ 2 അല്ല, ലക്കി നമ്പർ 2. അല്ല നീയല്ലേ പറഞ്ഞ ആട്ടു? ഭയങ്കര ഡിൻഡു കോമഡി. ഒന്ന് പോകണ്ട, അതിനെക്കാട്ട് നല്ലപോലെ കിളി ഷഡിയില് മുട്ടയുടെ കഥയായിരുന്നു. പിന്നെ അങ്ങട് ഏത് മാഷാണ് നിന്നെ പഠിപ്പിച്ചത്? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. പാവം തൂറിക്കൊണ്ടിരിക്കുമ്പേ കിഡ്നി ഫെയർ അടിച്ച് ചത്തുപോയി. തിരുവായ കഴുകിട്ട് ചായ എടുത്തടാ. അപ്പൊ പാത്രം കഴുകണ്ടേ? എന്തെങ്കിലും കഴുകു. ഈ അണ്ണനെ ദുബായി കൊണ്ടൊന്നും മണ്ടത്തറി. അഞ്ജലി അഞ്ജലി ചായാഞ്ജലി. അല്ലണ്ണ, അഞ്ജലി ചേച്ചി വന്നത് വർമ്മ സാറിന് വേണ്ടി, അണ്ണൻ വർക്കേണ്ടത് വർമ്മ സാറിന്റെ ശത്രുവിന് വേണ്ടി. ഈ രഹസ്യമൊക്കെ അഞ്ജലി ചേച്ചി അറിഞ്ഞാൽ കുഴപ്പമില്ലണ്ണ. ഞാൻ എല്ലാ സത്യങ്ങളും അഞ്ജലിയോട് തുറന്നു പറയാൻ പോവാ. ഞങ്ങൾക്കിടയിൽ ഇനി രഹസ്യങ്ങളില്ല. അടിപൊളി. കുണ്ടിതപ്പെടേണ്ട ചേച്ചി എന്റെ ചേച്ചി. ടൈം കറക്റ്റ് അല്ലേ? ഞാനല്ലെങ്കിൽ ലേറ്റ് ആകില്ല. കറക്റ്റ് 4:52 കേട്ടാ. ഹായ് പുഷ്പൻ, എവിടെ പോണ്ടോ? എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക്. ഇവനൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെ? തെരപ്പരടക്ക്. കണ്ടോടാ, ലക്കി നമ്പർ 2 കറക്റ്റ് സമയത്ത് ലിഫ്റ്റ് വന്നു. അയ്യോ, ഇയാൾ വിളിക്കാനല്ലേ ഞാൻ വന്നേ. പിന്നെ അതെ, അയ്യോ പോയോ? ഇത് തുറക്കണില്ലല്ലോ. ഫോണിപ്പോ എവിടെയാ? അണ്ണാ ടെൻഷൻ അടിക്കണ്ട, സമയം ഉണ്ടെന്നാ എത്തുന്ന. നമ്മളായിട്ട് ലേറ്റ് ആവാൻ പാടില്ല. മേഡമുണ്ട് കാറി. അയ്യോടാ പാവത്തിന് മഞ്ഞമുണ്ട്. അയ്യോ അതല്ല, മേഡം കാറിലുണ്ട്. നിങ്ങളോട് അങ്ങനെ ചെല്ലാൻ പറഞ്ഞു. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. സത്യൻ ഫ്രീ ആണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കേണ്ടായിരുന്നു. ക്യാൻ യു കം വിത്ത് മീ? അണ്ണാ അപ്പൊ അഞ്ജലി ചേച്ചി? ഹൂ ഇസ് അഞ്ജലി? അഞ്ജലി അല്ല, ചിഞ്ചലി. അപ്പൊ 5 ചിഞ്ചലി മതി. പിന്നെ ചിഞ്ചലി ഓയിലിൽ തന്നെ സവാള ഇട്ട് പോപ്പിച്ചിട്ട്, പിന്നെ എയർപോർട്ടിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് മാറാതെ കുറച്ച് കടുകിട്ട് പോപ്പിച്ചിട്ട് സോറി ടാക്സി. മാഡം ഒരു മിനിറ്റ്, ഞാൻ ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഹലോ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. നീ ഇതുവരെ എയർപോർട്ടിൽ എത്തിയില്ലേ? ഓക്കെ, ഞാൻ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർമ്മ സാറായിട്ട് ഞാൻ അർജന്റ് മീറ്റിംഗിലാന്ന് പറ. ബാക്കിയല്ല ഞാൻ അവളോട് നേരിട്ട് പറഞ്ഞോളാം. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ, എന്തിനാ ഇതിനകത്ത് കയറിയത്? മാഡം 1 സെക്കൻഡ്, ഞാനൊന്ന് സംസാരിച്ചിട്ട്. താങ്ക് യു. ഹലോ, എന്തായടാ? അണ്ണാ അതേ ചേച്ചിയെ പൊക്കി അല്ല പിക്കി. അണ്ണാ ചേച്ചി എടുത്ത് വർമ്മസാറിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് അഡ്രസ് ഉണ്ട്. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോണോ അതോ? എടാ ഞാനിവിടെ മാഡത്തിന്റെ ഫാം ഹൗസിലാ. എന്നാ ഫാമടാ? കാനഡ. എടാ ഫാം. അയ്യോ അണ്ണാ ഡ്രൈവറിന്റെ അടുത്ത് പതുക്കെ ഓണടിക്കാൻ പറഞ്ഞ് കേൾക്കാൻ പറ്റില്ല. എടാ ഫാം ഹൗസടാ. എടാ ഫാദറിന്റെ എഫ്. കാതറിന്റെ വൈഫാ? കാതറല്ലടാ കൂതറെ. ഫാദറിന്റെ വേണ്ട. എടാ ഫ്രീസറിന്റെ എഫ്. ബ്രീസറിന്റെ കപ്പ. എന്റെ ദൈവമേ. എടാ ഫുള്ളിന്റെ എഫ്. ഫുള്ളിന്റെ ഹാഫ് പൈന്റ്. എടാ ഫുള്ളിന്റെ ആദ്യത്തെ എന്താ പറയണേ? ഓ ചിയേഴ്സ്. എടാ പുല്ല് ഫുള്ളിന്റെ എഫ്. നിനക്ക് മനസ്സിലാവണില്ലേ? നീ ഒന്നും നോക്കി, ഞാൻ എഴുതി കാണിക്കണ്ട. എഫ് ഒരു ഓ ഇപ്പൊ കണ്ടു എഫ് ഫാം ഹൗസ്. എന്റെ പൊന്നോ. എടാ നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാട്ടാ. ഞങ്ങളിപ്പോ അങ്ങോട്ട് വന്നോ? എടാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട.
അണ്ണ അവിടെ ഭയങ്കര ചിരിങ്ങളേക്കാണ്. ചേച്ചി അതിന് സന്തോഷം ഉണ്ടാ. എന്റെ അമ്മേ ഒടുക്കത്തെ വൈബ്രേറ്റർ ആയി പോയി. എടാ ഹലോ അണ്ണാ. അയ്യോ ചോദിച്ചിട്ട് കിട്ടില്ല. യെസ് മാഡം. വരണ്ടാന്ന് പറഞ്ഞ് കേട്ട് കാണാവോ? അണ്ണ ഇപ്പൊ ഇങ്ങോട്ട് ഫാം ഹൗസിലേക്ക് വരണ്ടണോന്നാണ് പറഞ്ഞാൽ തോന്നണല്ലേ അല്ലേ? ആൻഡ് പിന്നെ ഫാം ഹൗസിലേക്കുള്ള വഴി അറിയാമോ? അതറിയാ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. പോവല്ലേ? തല്ലിപ്പൊളിയാവോ? വരാനിരിക്കുന്ന മാക്സ് ഏഷ്യൻ ബ്യൂട്ടി കോൺടെസ്റ്റിൽ ആനന്ദ് വർമ്മ എനിക്കെതിരെ ഒരു മോഡലിനെ മത്സരിപ്പിക്കുന്നുണ്ട്. ഓ ആരാ? ഏതാണ് മോഡൽ? സത്യന് എത്ര മോഡൽസിനെ അറിയാം? അതുകൊണ്ടല്ല മാഡം, അറിയാനുള്ളൊരു കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നാട്ടിൽ നിന്നുള്ള ഇതൊരു കുട്ടിയാണെന്നറിയാം. എന്തെങ്കിലും കാണാതെ ആനന്ദ് അങ്ങനെ ഒരു നീക്കം നടത്തില്ല. ആ മോഡൽ മത്സരത്തിൽ പങ്കെടുക്കരുത്. പണം കൊടുത്ത് ഭീഷണിപ്പെടുത്തിയോ ഏത് മാർഗം വേണമെങ്കിലും സത്യന് സ്വീകരിക്കാം. മണി ഈസ് നോട്ട് എ പ്രോബ്ലം, യു നോ. അതിനേക്കാളൊക്കെ എളുപ്പമുള്ളൊരു വഴി ഞാൻ പറയട്ടെ മാഡം. വർമ്മ സാറിനോട് മാഡം ഒന്ന് തുറന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമില്ലുള്ളൂ. മാഡം ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ നിങ്ങൾ തമ്മിലുള്ള അകൽച്ച തീരും. അപ്പം പിന്നെ ആനന്ദ് സാറ് ട്രെയിൻ ചെയ്യുന്ന പെൺകുട്ടിയെ നമുക്ക് വർമ്മ ഡിസൈൻസിന്റെ മോഡലായിട്ട് പ്രസന്റ് ചെയ്തൂടെ? സോറി മാഡം, ഞാൻ സത്യനോട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അത് മാത്രം അറിഞ്ഞാൽ മതി. ചെയ്യാം മാഡം. ചേച്ചിനെ കൂടെ ഞാൻ തന്നെ വന്ന് നന്നായി. മരുഭൂമിയാണല്ലോ. പിന്നെ ഇവിടുത്തെ ഡ്രൈവർമാരൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്നേ. എല്ലാം ബലാത്സംഗ വീരന്മാരാണ്, തേണ്ടികള്. അയ്യോ ചേട്ടൻ മലയാളിയായിരുന്നു. സോറിട്ടാ മാഡം. നടക്കാൻ വയ്യെങ്കിൽ I'm fine, don't worry about it. അയ്യോ സൂക്ഷിച്ചു മാഡം. I'm fine, മാഡം it's okay. ഇഫ് യു ഡോണ്ട് Don't മൈൻഡ് worry. വേണമെങ്കിൽ ഞാൻ ചുമലിലെടുക്കാം മാഡം. ചെറുപ്പത്തിൽ ഞാൻ മുത്തശ്ശീനൊക്കെ എടുത്തുകൊണ്ട് നടക്കാറുള്ളതാ. സൂക്ഷിച്ചു വേണേ, കൂളാണ്. അല്ലെങ്കിൽ നമ്മൾ അമ്മോ വെറുതെ ഇരിക്കുമ്പോ ഭക്ഷണം കഴിച്ച് വെയിറ്റ് കൂട്ടേക്ക. ഇതെങ്ങനെയാ നിർത്തണത്? ഇവിടെ അടിച്ച് പൊളിക്കല്ലേ കള്ളാ. അഞ്ജലി എടാ ഒന്ന് സഹായിക്കടാ. അഞ്ജലി അഞ്ജലി ആക്ച്വലി എന്താണ് ഇതായിരുന്നല്ലേ നിങ്ങളുടെ അർജന്റ് മീറ്റിംഗ്? അഞ്ജലി ഞാൻ പറയണ്ട, വണ്ടി എടുക്കും. അഞ്ജലി ഒന്ന് കേൾക്ക് പ്ലീസ്. എടാ നിന്നോട് ആരാടാ പറഞ്ഞ അവിടെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചോട്ടില്ലേ? ഫാം ഹൗസിലേക്ക് ഫുള്ളിന്റെ ഫാന്നൊക്കെ പറഞ്ഞ കോമഡി കളിച്ചിട്ട് ചിരിച്ച് കളിച്ചിട്ടൊക്കെ വരാൻ പറഞ്ഞത്. എടാ നിന്റെ തലയിൽ ചെളിയാണോടാ മന്ദബുദ്ധി? എനിക്ക് എങ്ങനെ അറിയണം അണ്ണൻ ബാഹുബലി ലിംഗോ ചുമന്നുകൊണ്ട് നിൽക്കണ പോലെ മാഡത്തിനും ചുമന്നുകൊണ്ട് നിൽക്കണെന്ന്? എവിടെയാണ്? ഇനി എന്റെ കൂടെ വരാൻ പ്രത്യേകം പറഞ്ഞോടാ. ബാക്കിലുണ്ട്, വിട്ടോ. എന്റെ അമ്മ ഏത് കോട്ടയം അയ്യപ്പ പോലെ പുറത്ത് നോക്കി ഒന്നുമില്ല എടുക്കുന്ന വെയിറ്റും. ഇനി ഈ ലോൺ ഇറക്കിയിട്ട് വേണം അഞ്ജലിയുടെ പ്രശ്നം തീർക്കാൻ. എടാ ഞാൻ ദേവിക മാഡത്തിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് അഞ്ജലി പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കും? അത് പേടിക്കണ ആ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു അഞ്ജലിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാടകം കളിക്കണമെന്നൊക്കെ നീ വ്യക്തമായിട്ട് പറഞ്ഞോ? അല്ല അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അല്ല എല്ലാം കൂടി ഞാൻ പറഞ്ഞ പിന്നെ അണ്ണ പറയുന്നതിൽ മിച്ചം വേണ്ടേ? അയ്യോ സോറി. എന്തിനാണ് ഞാൻ എന്റെ കൈ കളയണേ? ഓ അയ്യപ്പ ഇവിടെ കിടപ്പുണ്ടല്ലോ. അയ്യോ അണ്ണാ അണ്ണാ ഞാൻ കേറിട്ടില്ല. ചിരിക്കലാ ഓട്ടക പട്ടി. ബടി ഒരു ലിഫ്റ്റ് തരൂ. സത്യം സാർ ഞാനിപ്പോൾ അഞ്ജലിയെ കാണാൻ വേണ്ടി ഫ്ലാറ്റിൽ പോയിരുന്നു സാറിന്റെ. അവളെന്നെ കാണാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് അഞ്ജലിയായിട്ട് സംസാരിക്കണം, നമ്പർ വേണം. അവളുടെ ഫ്ലാറ്റിൽ പോകുന്ന എന്നോട് ആരാ പറഞ്ഞത്? അവളോട് സംസാരിക്കുന്ന പോയിട്ട് അവളെ കാണാൻ പോലും ശ്രമിക്കരുത് നീ. സാർ സാർ പ്ലീസ്, അവൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. നോ, ദേവികയെ നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിന്റെ ആളാണ് അഞ്ജലി എന്നറിഞ്ഞാൽ അത് മതിയല്ല അവസാനിക്കാൻ. ഇനി എൻ്റെ ലൈഫ് വെച്ച് കളിക്കാൻ എനിക്ക് പറ്റില്ല. സത്യ, ഞാനും നീയും മാത്രമായിട്ടുള്ളതാണ് ഈ കരാർ. അതുകൊണ്ട് തന്നെ ഇത് മൂന്നാമതൊരാൾ അറിയരുത്. തൽക്കാലം അഞ്ജലി നിന്റെ ആരുമല്ല. സാർ ഗുഡ് നൈറ്റ്. ഓ ഗുഡ് നൈറ്റ്. ഇതെങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകണത്? ചോദിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഒത്തിരി മലയാളം അറിയാൻ പാടില്ല. ഒന്ന് നടക്കുപോർക്കേ.
അണ്ണാ അണ്ണ എഴുന്നേറ്റേ അണ്ണാ കുറെ നേരം ഫോൺ അടിക്കണം. ഇത് ആരാണ് നോക്കിയേ? ആരാണ് വെളുപ്പാൻ കാലത്ത്? വർമ്മ സാറാ. സാറേ, അഞ്ജലിയോട് നീ എന്താ സംസാരിച്ചത്? അവളിപ്പോ തിരിച്ചു പോവാണെന്ന് പറയുന്നു. മത്സരിക്കാൻ അവൾ ഇല്ലാന്ന്. അയ്യോ, ഇന്ന് ഉച്ചക്ക് പ്രസ് മീറ്റ് വെച്ചിരുന്നതാ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. എടാ തെണ്ടി. ഹലോ, അയ്യോ സോറി സാറേ, ഞാൻ ഇവിടെ പറഞ്ഞ ആരെന്ന് വാലൂർ നോക്കണം. അണ്ണ ഞാൻ ഇവിടെ കുളിക്കാണ്. സാർ ഒരു മിനിറ്റ്, ഒരു ഷൂ എവിടെ പോയോ? ഹലോ, ഞാനിവിടെ ഒരു അയ്യോ എന്ന് പറഞ്ഞ. സോറി സാർ. ഗുഡ് മോർണിംഗ് മാഡം. ഇവിടെ ഇരിക്കൂ. അല്ല, അകത്തിരിക്കാം. വരും മാഡം, വരും വരും. ഇല്ല മാവാ, ഞാൻ ഞെട്ടിപ്പോയ മാവാ. പെട്ടെന്നല്ലേ മരണം കയറി വന്നത്. അല്ല, മരണം കയറി വന്നത്. ചടങ്ങുകളൊക്കെ നടക്കുവാ മാവാ. 16 അടിയന്തരത്തിന് 18 ദിവസം കൂടി ഉണ്ടല്ലോ. ഞാൻ വിളിച്ചോളാം മാവാ. വാ മായി. അല്ല സോറി, വരൂ മാഡം. ഇവിടെ ഇരിക്കാം മാഡം. എന്താ മാഡം രാവിലെ തന്നെ? ആനന്ദ് വർമ്മയായിട്ട് സത്യൻ എന്താ ഇടപാട്? ഇടപാടാ? എന്താ ഇടപാട്? ആനന്ദിനെ കാണാൻ സത്യൻ ഇന്നലെ അയാളുടെ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നോ? ഇല്ലേ? ഇല്ല. മിസ്റ്റർ കുമാർ കണ്ടല്ലോ സത്യൻ ഇന്നലെ അവിടെ കയറുന്നത് ഇറങ്ങി പോകുന്നതും. രാത്രി 8:15 അവിടെ കയറി 8:22 പുറത്തിറങ്ങി. ഓ 8:50 to 8:22 7 minutes. എന്താ ഒരു പൊട്ടൻശിരി? വർമ്മയെ കാണാൻ അവിടെ പോയോ ഇല്ലയോ എന്ന്. ഇല്ല മാഡം. അപ്പൊ കുമാർ പറയുന്നത് കള്ളമാണെന്നാണോ? കള്ളമല്ല, ബുദ്ധിയിലായ കൂർക്ക കണ്ടിട്ട് ആട്ടുംകാട്ടാണെന്ന് കരുതുന്ന വിവരക്കേട്. ആനന്ദ് വർമ്മയെ കാണാൻ ഞാൻ പോയിട്ടില്ല. പക്ഷെ അങ്ങേരുടെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ ഇന്നലെ രാത്രി പോയിട്ടുണ്ട്. അവസാനം സമ്മതിച്ച് മേഡം ഇയാളെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം. അതിനുമുമ്പ് പുഷ്പനൊന്ന് പുറത്തേക്കണം. എനിക്ക് മാഡത്തിനോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. മിസ്റ്റർ കുമാർ ഒന്ന് പുറത്തു വെക്കൂ. അപ്പൊ ഞാൻ അത്രയും പെട്ടെന്ന് പുറത്തായ? വർമ്മയുടെ ഫ്ലാറ്റിൽ ഞാൻ പോയിരുന്നു മാഡം, അങ്ങേരുടെ പുതിയ മോഡലിനെ കാണാൻ. അവളെ ഞാൻ കണ്ടു, വരട്ടി, ഒതുക്കി. യെസ്, അവൾ ആ കോൺടെസ്റ്റിൽ പങ്കെടുക്കില്ല. മാത്രമല്ല, ഇന്നുച്ചയ്ക്ക് വർമ്മ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രസ് മീറ്റിലും അവൾ വരില്ല. എത്രയും പെട്ടെന്ന് അവൾ നാട്ടിലേക്ക് തിരിച്ചു പോകും. റിയലി? അത് മാഡം, ഞാൻ കുറച്ച് പണം ഓഫർ ചെയ്തിരുന്നു. ജസ്റ്റ് ഒരു 50,000 dirhams. അല്ല, അത് കൂടുതലല്ലായിരിക്കുമല്ലോ അല്ലേ? ഹേ, ഇറ്റ്സ് ഓക്കെ സത്യൻ, പണം ഓഫീസിൽ നിന്ന് മേടിച്ചോളൂ. ഒരു കണക്കിന് രക്ഷപ്പെട്ട്. വാട്ട്? അല്ല, അവർ 1 ലക്ഷം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലേ. മണി ഈസ് നോട്ട് എ പ്രോബ്ലം സത്യൻ. എനിവേ, താങ്ക് യു സോ മച്ച്. സത്യൻ മാഡം, ഏതായിരുന്നു പെൺകുട്ടി? അത് നാട്ടിലേതൊരു പാവം പെൺകുട്ടി, അല്ലെങ്കിൽ പൈസക്ക് മറിയില്ലല്ലോ മാഡം. അതല്ല ഞാൻ ചോദിച്ചത്. ഇന്നലെ നമ്മൾ ഫാം ഹൗസിൽ നിന്നപ്പോ അവിടെ വന്ന പെൺകുട്ടി. ഫാം ഹൗസില് അവിടെ ഏത് പെൺകുട്ടി? സത്യന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ കൂടെ. ഫ്രണ്ട്? ഫാം ഹൗസിൽ നമ്മൾ 2 പേര് മാത്രമല്ലേ ഉണ്ടായുള്ളൂ. ഞാൻ ഒറ്റയ്ക്കല്ലേ മാഡത്തിനെ തിരിച്ചുണ്ടാക്കിയത്. അവിടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, മാഡം ഒറ്റയ്ക്കായിരുന്നു. പിന്നെ അവിടെ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു, അത് ഒറ്റയ്ക്കായിരുന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നിയതാണോ? താണോ അല്ല, താണ് തോന്നിയതാണ് ശരിക്കും. Anyway, leave it. Thanks, Satyan. Thank you for everything. That's my duty, madam. അയ്യോ, എൻ്റെ അമ്മേ, രക്ഷപ്പെട്ടു. പിന്നെ പെട്ടു. ഹലോ സാറേ. ആ അഞ്ജലി അവളിവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? സാറേ, തലയിലേക്ക് ഒന്നും മഞ്ഞില്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് ആലോചിച്ചോട്ടെ. സാറേ, ഒരു കാര്യം ചെയ്യ്. സാർ അഞ്ജലിയെ ഇപ്പൊ കാണണ്ട. ഞാനിപ്പോ നേരിട്ട് വരാം. സാറ് പേടിക്കണ്ട, അവളങ്ങനെ പോവില്ല. ഞാനല്ലേ ഉറപ്പ് പറയണത്. ഓക്കേ മാം? നോ താങ്ക് യു. മിസ്റ്റർ ആനന്ദ് വർമ്മ. എക്സ്ക്യൂസ് മീ സർ. യെസ്, എക്സ്ക്യൂസ്ഡ്. നിന്റെയൊക്കെ ആനന്ദ് വർമ്മയ്ക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാൻ പേടിയാണെന്ന്, എന്റെ കണ്ണിലെ തീക്ഷ്ണത സഹിക്കാൻ പറ്റണില്ലെന്ന്. വേണ്ട, എനിക്ക് ഫോണിൽ കൂടി സംസാരിക്കാലോ. 2 കിലോ. എടോ വർമ്മേ, താൻ ഇത്രയും വലിയ തെണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലടോ. അൾട്ടിമേറ്റ് ചെറ്റേ, തന്റെ കൂടെ ചേരാതെ തന്റെ ഭാര്യയുടെ കൂടെ ചേർന്നതിന് പകവക്കാരല്ലോ താൻ നാട്ടിൽ നിന്ന് അഞ്ജലി ഇങ്ങോട്ട് പൊക്കിയത്. അരുതേ, ചെയ്യരുതേ, കൊണ്ടുവരരുതേ എന്നൊക്കെ തന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞില്ലടോ. എന്നിട്ടും താൻ കേട്ടില്ല.
പക്ഷെ ഞാൻ പറഞ്ഞിട്ടാണ് താൻ അവളെ കൊണ്ടുവന്നതെന്ന് ഞാൻ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. താൻ എനിക്കിട്ട് ഒരു ബ്രഹ്മ വെച്ചപ്പോ അഞ്ജലിയെ കാണിക്കാൻ തന്റെ കെട്ടുകളെ കെട്ടിപ്പിടിച്ച് ഞാൻ അവിടെ ഒരു ഡാൻസ് കളിച്ച് അവളെ തെറ്റിദ്ധരിപ്പിച്ചു. എനിക്കറിയായിരുന്നു അവളപ്പം തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. താൻ ആരാന്നാണോ തന്റെ വിചാരം? മോന്ത നിറച്ച് താടി, തൊണ്ട നിറച്ച് ബാസും, പോസ്റ്റിന്റെ പൊക്കവും. എടോ, താൻ ഫാഷൻ കൊണാണ്ടർ ആണെങ്കിലേ കാട്ടാനയ്ക്ക് വരെ അണ്ടർവെയർ തയ്ക്കുന്ന ഗജറ്റ് ടൈലർ ആണോടോ ഞാൻ? അഞ്ജലി ഐശ്വര്യയൊക്കെ താൻ തിളപ്പിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതങ്ങോട്ട് വാങ്ങി വെച്ചേക്കടോ അടുപ്പിന്ന്. എടോ, താനൊന്നും നഷ്ടപ്പെടുത്തണ്ട. അവളെ കൊണ്ടുവരാൻ വേണ്ടി താൻ ചെലവാക്കിയ 4 ഇരട്ടി 50,000 dirhams. ഇനി റാംബേൽ അവളെ കയറ്റാൻ നോക്കിയാ മുടിഞ്ഞ മോനെ മുണ്ടാട്ടി മോറ ഡെപ്യൂട്ടി കൊണസ തന്റെ അമ്മൂമ്മയുടെ 16 വെക്കണ ഫോൺ. അല്ല പിന്നെ എന്നോടാ കളി. ഓ മൈ ഗോഡ്, അഞ്ജലി എന്താ ഇവിടെ? ഹലോ വർമ്മ സർ, ഞാൻ അഞ്ജലിയാണ്. പ്രസ് മീറ്റ് ക്യാൻസൽ ചെയ്യണ്ട, ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അഞ്ജലി പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ആ വർമ്മയുടെ വലയെ കുടുങ്ങി മണ്ടത്തരം കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തീരുമാനം എടുക്കാൻ മറ്റൊരാളുടെ സമ്മതം വാങ്ങേണ്ട ആവശ്യം തൽക്കാലം എനിക്കില്ല. എന്റെ വാക്ക് തട്ടിക്കളഞ്ഞിട്ട് മത്സരത്തെ പങ്കെടുക്കാൻ പോവാ? എന്തിന്റെ പേരിലാണ് ഞാൻ നിങ്ങളുടെ വാക്കിന് വില തരേണ്ടത്? എന്റെ ആരാ നിങ്ങള്? നുണ പറയാൻ വേണ്ടി മാത്രം വാ തുറക്കുന്ന നിങ്ങളെ എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് നല്ല ബോധ്യമായി. എന്ത് ബോധ്യായിന്ന്? ഇനി എന്റെ പിന്നാലെ നടക്കുന്നത് നഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാം. ഭർത്താവുമായിട്ട് ബന്ധം പിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയെ കുഴിയിൽ വീഴ്ത്താൻ എളുപ്പമായിരിക്കുമല്ലോ. പോരാത്തിന് ദേവിക വർമ്മയ്ക്കാണെങ്കിൽ ആവശ്യത്തിലേറെ പണവും തൊഴിലുകളൊക്കെ ഉണ്ട് തന്നെ. ഇനി ഇത് പറയാനായിട്ട് നാവ് പൊങ്ങരുത്. എന്താണ്? എന്തുറ്റി? അഞ്ജലി തിരിച്ചു പോണോ? ഏയ്, അവള് പോവില്ല. അവള് മത്സരിക്കും. അതിനുവേണ്ടിയാണ് എന്നെ ഇതൊക്കെ ചെയ്തത്. പിന്നെ എന്നെ കണ്ണു നിറഞ്ഞിരിക്കണെന്താ? ഒന്നുമില്ല. അവളിപ്പോ വാശിയില്ല, എന്നോടുള്ള വാശി. പക്ഷെ ആ വാശി അവളെ ജയിപ്പിക്കും. അത് മതി. അണ്ണാ, ഇതൊരു വരെ കുഴപ്പം പിടിച്ച നാടകമുണ്ടാ? ഇതൊന്നും ശരിയാവും എനിക്ക് തോന്നലട്ടണ്ണ. ശരിയാവും. നാടകം പകുതിയിലേ ആയുള്ളൂ. ശരിയാവും. ഹലോ സർ, നൗ ഇറ്റ്സ് യുവർ ടേൺ.